ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ 5:30 AM മോർണിംഗ് റുട്ടീനാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എങ്ങനെ ഒരു റുട്ടീൻ ഷെയർ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ടിപ്സൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ ദിവസം നല്ല പ്രൊഡക്റ്റീവായിട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്ത് തീർത്ത പോലെ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. രാവിലെ 5:30 ആയപ്പോൾ പതിവ് പോലെ എഴുന്നേറ്റു. ഞാൻ എൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഞാനൊന്ന് റെഡി ആയിട്ട് കിച്ചണിലോട്ട് വന്നിരിക്കുകയാണ്. കിച്ചണിൽ ആദ്യം വന്ന് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ മോട്ടർ അടിക്കുകയാണ്. അത് എന്നും രാവിലെ ചെയ്യുന്നൊരു കാര്യമാണ്. രണ്ടാമത് വാഷിംഗ് മെഷീനിൽ ഞാൻ തുണികൾ വാഷ് ചെയ്യാൻ ഇട്ട് വെച്ചിട്ടുണ്ടാവും തലേദിവസം. അത് ഞാൻ ഓണാക്കി വെക്കും. എൻ്റെ പണികളൊക്കെ കഴിഞ്ഞാൽ എനിക്കത് ഇടാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞാൽ ഞാൻ വന്നത് ഇവിടെ ഇരിക്കുകയാണ്. ഒരു 15 മിനിറ്റ് പ്രാർത്ഥിക്കാനും ഒരു 5 മിനിറ്റ് എൻ്റെ ഡയറിയിൽ കുറച്ച് കാര്യങ്ങൾ എഴുതാനും അല്ലെങ്കിൽ നോക്കാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഒരു 5:30 മുതൽ 6 മണി വരെയുള്ള സമയത്തിനുള്ളിലാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് തീർക്കണത്. അപ്പോൾ ഞാനിപ്പോൾ കിച്ചണിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കടലയോ അല്ലെങ്കിൽ ഗ്രീൻ പീസോ അങ്ങനെയൊക്കെ വേവിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് വരിക. അപ്പോൾ ഇന്ന് അതല്ല ചെയ്യണത്, അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. അങ്ങനെ ഞാനിവിടെ ഇരുന്ന് ഒരു 15 മിനിറ്റ് ഇപ്പോൾ നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മൈൻഡ് നല്ല പോസിറ്റീവായിട്ട് വെക്കാൻ സഹായിക്കുന്ന നല്ല നല്ല വാക്കുകൾ ഫസ്റ്റ് തന്നെ നമ്മൾ കേൾക്കുക. ഫോൺ എടുക്കുന്നവരാണെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കേട്ടിട്ട് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ ഫേസ്ബുക്ക് എടുത്ത് ഇൻസ്റ്റ എടുത്ത് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ നെഗറ്റീവ് വൈബാണത്. ഞാനും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ ഉറക്കം പോകാൻ ഞാൻ അങ്ങനെയൊക്കെ എടുത്തിട്ട് ഇതൊക്കെ കണ്ടിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ഉറക്കം പോകില്ല. രാവിലെ കഴിക്കുമ്പോൾ ഭയങ്കര ഉറക്കപ്പിച്ചല്ല. അപ്പോൾ എൻ്റെ ഉറക്കം പോകാനുള്ള റെമഡി ആദ്യം അതായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണല്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായത് എനിക്ക് ഭയങ്കര നെഗറ്റീവ് വൈബ് നൽകണമെന്ന്. അത് പിന്നെ ഞാൻ എൻ്റെ ഫോൺ ഓൺ ആക്കണമെങ്കിൽ ഫസ്റ്റ് പ്രയറോ നല്ല പാട്ടുകളോ പ്രയർ സോങ്ങുകൾ വെക്കും. അപ്പോൾ എൻ്റെ മൈൻഡ് നല്ല ഹാപ്പി ആയിരിക്കും. അങ്ങനെ ഞാൻ ആ പാട്ടൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് എൻ്റെ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ എന്തെങ്കിലും കൂടുതൽ എഴുതണമെങ്കിൽ അതൊക്കെ എഴുതി വെക്കും. അപ്പോൾ ഞാൻ മെയിനായിട്ട് എഴുതുന്നത് അന്നാന്ന് എന്ത് ഭക്ഷണം വെക്കണം എന്നുള്ളത്. പിന്നെ വീഡിയോ ചെയ്യുന്ന ദിവസമാണെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും മക്കളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്ത് വെക്കണമെങ്കിൽ അതൊക്കെ എഴുതി വെച്ചൊക്കെ നോക്കും. അപ്പോൾ ഞാൻ ഈ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനൊരു പേപ്പറിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ എഴുതി വെക്കും ഇന്ന ഭക്ഷണങ്ങളാണ് അന്നത്തെ ദിവസം വെക്കേണ്ടതെന്ന്. അപ്പോൾ അത് നമ്മൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആദ്യം എനിക്ക് മീൽ പ്ലാനിങ് വലിയ ഇൻട്രസ്റ്റ് ഒന്നുള്ള ആളായിരുന്നില്ല. ഞാൻ എന്തെങ്കിലും ആലോചിക്കും വെക്കും. പക്ഷെ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴില്ലേ ഭയങ്കര റിലാക്സിങ് ആണ് കേട്ടോ അത് ചെയ്യണത്. കാരണം നല്ല എളുപ്പമാണ് കുക്കിംഗ്. നമുക്ക് തലേദിവസം തന്നെ അറിയാം എന്താണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അന്ന് ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഉണക്ക അയില ഉണ്ടല്ലോ, അയിലയും കായും പച്ചമാങ്ങയും ചേർത്തിട്ടൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണേ. അത് ഞാൻ ഉണ്ടാക്കാൻ പറയാട്ടോ എങ്ങനെയാണെന്ന്. പിന്നെ കയ്പ്പക്കായ വെച്ചിട്ടുള്ളൊരു ഉപ്പേരി. ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പവും വെജിറ്റബിൾ സ്റ്റൂ ആണ്. വെജിറ്റബിൾ സ്റ്റൂവിനുള്ള വെജിറ്റബിൾസ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇനി കറിക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കണം. അതിന് എളുപ്പപ്പണിക്ക് വേണ്ടി നമ്മൾ നാളികേരം ചിരണ്ടി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും അതുപോലെ ചുവന്നുള്ളിയൊക്കെ നേരത്തെ കൂട്ടി ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഞാൻ തൊലി കളഞ്ഞവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് എനിക്ക് അരച്ചെടുക്കണം പേസ്റ്റ് പോലെ. അപ്പോൾ അത് ഇത്തിരി വെളിച്ചെണ്ണയും ഉപ്പും ചേർത്ത് ഞാൻ അരച്ച് വയ്ക്കുക. ലേശം ഉപ്പ് ഇട്ടോ കേടുവരാതിരിക്കാൻ. അത് അരച്ച് വെക്കുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് രാവിലത്തെ പണികൾ ഇങ്ങനെ ചെയ്യാം. ഇനി ഞാൻ 3 കയ്പ്പക്കായ എടുത്തിട്ടുണ്ടായിരിക്കും. 3 സവാളയും കൂടി ചോപ്പ് ചെയ്ത് ചേർത്തിട്ടാണ് കയ്പ്പക്കായുടെ ഉപ്പേരി ഉണ്ടാക്കണേ. പിന്നെ കറി ഉണ്ടല്ലോ, ആ കറിയിലേക്ക് ഒരു കായയും ഒരു മാങ്ങയും ഒരു 5 ഉണക്ക അയിലയാണ് എടുത്തിട്ടുള്ളത്. 2 കായ ഞാൻ വെച്ച്, പക്ഷേ അത് ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇനി അരിഞ്ഞെടുക്കുകയാണ്. കറികൾ നമ്മൾ എന്താണ് ഉണ്ടാക്കേണ്ടത് പ്ലാൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊന്നും ആലോചിക്കാനില്ല. അതെല്ലാം ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് തലേദിവസം തന്നെ. ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് ഐഡിയ ഉണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യാം. ഒരു കാര്യം കൂടി ചെയ്യണമായിരുന്നു, ചോറ് വെക്കണമായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം തലേദിവസം ഞാൻ ചോറ് കുറച്ച് അധികം വെച്ചിട്ട് അത് ബാക്കിയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചോറുള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ആ ചോറാണ് എടുക്കണേ. മോൾക്ക് ലഞ്ചിന് വെള്ളയപ്പവും വെജിറ്റബിൾ സ്റ്റൂ തന്നെയാണ് അവൾ കൊണ്ടുപോകണേ. ഇങ്ങനത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് തന്നെയാണ് ഉച്ചയ്ക്കും കൊണ്ടുപോകാം. ഇനി നമ്മുടെ കറി റെഡിയാക്കാം. ഇതിനായിട്ട് ഞാൻ ഉണക്കായില ഇട്ട് കൊടുത്തു. അതിലേക്ക് മാങ്ങ ചെത്തിയതും പിന്നെ നമ്മുടെ കായ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ചുവന്നുള്ളി ഒരു 5-6 എണ്ണം അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ നമ്മൾ മുളക് പൊടി 2 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, വേപ്പില, ഉപ്പ് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് വേവിക്കാനായിട്ട് തേങ്ങാപ്പാൽ നമ്മുടെ 2ാം പാലാണ് ശരിക്കും ചേർക്കേണ്ടത്. പക്ഷേ നാളികേരം കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ അപ്പോൾ നാളികേരം അരച്ച് ചേർത്തിട്ടുള്ള കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ വെള്ളത്തിൽ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ മാങ്ങയും അയിലയും കായയുടെ പീസൊക്കെ വേവാൻ വേണ്ടി വെള്ളം ഒഴിച്ച് അത് വേവിക്കുകയാണ്. അപ്പോൾ അതവിടെ വേവട്ടെ, മൂടി വയ്ക്കുക. ഇപ്പുറത്ത് ഞാൻ ചീനച്ചട്ടിയിൽ നമ്മുടെ കയ്പ്പക്കായ ഉപ്പേരി ഉണ്ടാക്കാണ്. നമ്മളിവിടെ എല്ലാം ഉപ്പേരി എന്നാണ് പറയാം കേട്ടോ. മെഴുക്ക് പുരട്ടി എന്നൊക്കെ ആവും ചിലപ്പോൾ നിങ്ങൾ പറയുക. ഞങ്ങളെല്ലാം ഉപ്പേരിയാണ് പറയുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ 3 സവാള നീളത്തിൽ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തു. ഇത്തിരി ഉപ്പ് ചേർത്തു, വേപ്പിലയും ചേർത്തു. ഇനി ഞാൻ അതിലേക്ക് കയ്പ്പക്കായ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വെന്ത് വരണം. വെള്ളമൊന്നും ചേർക്കാം. ഞാൻ ഉപ്പേരിയിൽ ഒന്നിലും വെള്ളമൊന്നും ചേർക്കാതെ, വെള്ളം വേണമെങ്കിൽ തെളിച്ച് കൊടുക്കാം. വേണമെങ്കിൽ കഴുകി വാരി എടുത്താൽ വെള്ളം മാത്രമേ ഉള്ളൂ. അതെല്ലാം നന്നായി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ചേർത്ത് ഞാനൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വാടട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടി ചേർക്കാം.
ഇപ്പുറത്ത് നമ്മുടെ മാങ്ങയും കായയുടെ പീസും ഇതൊക്കെ ഏകദേശം നല്ല വെന്ത് ഇതേ സെറ്റായി വരുന്നുണ്ട്. മാങ്ങ ചേർപ്പോൾ നല്ല പുളിയുണ്ട്. മാങ്ങ ഇല്ലെങ്കിൽ കുടപ്പുളിയോ പുളിയുടെ വെള്ളമോ ഒക്കെ ചേർക്കാട്ടോ. ഇനി ഞാൻ നാളികേരം അരച്ച് ചേർക്കാൻ പോവുകയാണ്. ഇതിനായിട്ട് ഞാനൊരു കപ്പ് നാളികേരത്തിലേക്ക് ഒരു 6 ചുവന്നുള്ളി, പിന്നെ ഒരു 2 വെളുത്തുള്ളി, വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം വെള്ളം ചേർക്കാതെ നന്നായി പൊടിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ചേർത്ത് നല്ലതായിട്ട് അരച്ചെടുക്കുക. നാളികേരപ്പാൽ ചേർക്കുകയാണെങ്കിൽ നമ്മൾ തേങ്ങയുടെ 2ാം പാലും 1ാം പാലൊക്കെ ചേർത്ത് മീൻകറി ചെയ്യണ പോലെ ചെയ്യണം. പക്ഷെ നാളികേരം കുറവായതുകൊണ്ട് ഞാൻ ഈ രീതിയിലാണ് ഇപ്പോൾ മീൻകറി വെക്കുന്നത്. ഇപ്പുറത്ത് നമ്മുടെ കയ്പക്കായ ഏകദേശം പകുതി കുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. അപ്പോൾ കുറച്ച് എരിവുണ്ടാവും, നല്ല കളറും ഉണ്ടായിരിക്കും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. നന്നായി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തുറന്നിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മുരിയിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ മീൻ കറി ഇവിടെ നമ്മൾ നാളികേരത്തിൻ്റെ ആ നേരത്തെ അരച്ചത് കൂടി ചേർത്ത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചുവന്നുള്ളി, അതുപോലെ തന്നെ വറ്റൽ മുളക്, ഇത് വെളിച്ചെണ്ണയിൽ നന്നായി മുരിച്ചെടുത്ത് അതിലേക്ക് ഞാൻ വേപ്പിലയും കൂടി ചേർത്ത് ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. കാരണം കളർ കിട്ടാൻ വേണ്ടി കറിക്ക്. അതുകൂടി ചേർത്ത് ഇതിലേക്ക് കാച്ചി ഒഴിച്ചു. നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. ഇപ്പുറത്ത് ഇതേ കയ്പക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ തുറന്നിട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഒന്ന് മൊരിയിച്ചെടുക്കാൻ വേണമെങ്കിൽ. ഇനി നമുക്ക് കയ്പക്കായ വേണമെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുറച്ചധികം നേരം ഇളക്കി ഒന്ന് മൊരിയിച്ചൊക്കെ എടുക്കാം. കുറച്ചും കൂടി ഇങ്ങനെ വാടി വരും, ഒരു ടേസ്റ്റ് കൂടും. ഞാൻ അത്രയ്ക്കും ചെയ്തില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കറികളൊക്കെ റെഡിയായി ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാൻ നേരത്തെ ചൂട് വേണമെങ്കിൽ ഞാൻ അപ്പം ചൂടാക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒരു 4:30 സമയമാകുമ്പോൾ ഞാൻ എല്ലാം ഒന്ന് ചൂടാക്കും. അല്ലെങ്കിൽ കറികൾ കേടുവരും, അതുകൊണ്ട് ചൂടാക്കി വെക്കും. ഇത്രയും നേരത്തെ ഉണ്ടാക്കണതല്ലേ. ഇപ്പോഴത്തെ ഞാൻ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണോട്ട് ഞാൻ മുഴുവൻ മസാലകൾ 2 ഏലക്കായും 2 ഗ്രാമ്പും ഒരു കറുവപ്പട്ടയും കൂടി ഇടണമായിരുന്നു. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇട്ടിട്ടില്ല. ഇതിലേക്ക് ഞാൻ ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്തതും, ഒരു പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു സവാള ചോപ്പ് ചെയ്തത് ഇത് ചേർത്ത് ഒന്ന് നന്നായി സോഫ്റ്റായിട്ട് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഞാനവിടെ ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തലേ ദിവസം ഞാൻ TV കാണാതിരുന്നപ്പോൾ തൊലി കളഞ്ഞ് വെച്ചതാണത്. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ട് നന്നായി അരിഞ്ഞ് ചെറിയ പീസാക്കിയിട്ട് മിക്സിയിൽ അടിക്കണം. അപ്പോൾ അതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂവും വെള്ളയപ്പവും ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാവിലെ ഇതുപോലെ നമ്മുടെ റുട്ടീൻ സെറ്റ് ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റാമെന്ന്. അപ്പം ഞാനിതിൽ കൂടെ റുട്ടീൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പോലത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെയല്ലല്ലോ. എല്ലാവരുടെ വീട്ടിലും പല രീതിയിലാണ്. ചിലപ്പോൾ മക്കളൊക്കെ ചെറുതാണെങ്കിൽ ഇതൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മക്കളൊക്കെ ഒരു 4 വയസ്സ് കഴിഞ്ഞ് സ്കൂളിൽ പോയി തുടങ്ങിയാലാണ് ഇത് ഫോളോ ചെയ്യാൻ കുറച്ചും കൂടി ഈസി. പിന്നെ ചില കുട്ടികളുടെ അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കാം. പക്ഷെ എല്ലാ കുട്ടികളും ഒരുപോലെ ഒന്നല്ല. അപ്പോൾ നമ്മുടെ മക്കളിപ്പോൾ ഇത്രയും വയസ്സായി, നമുക്കപ്പോൾ റുട്ടീൻ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം ഒന്ന് എഴുതിയെടുക്കുക. എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അതിൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ എന്തായാലും ചെയ്യേണ്ടത്. അതെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളും അതിൽ മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ സമയം എവിടെ വേസ്റ്റാക്കി കളയണേന്നും നോക്കുക. അതനുസരിച്ച് നമ്മുടെ റുട്ടീൻ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടു എന്ന് വെച്ചിട്ട് ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് കിട്ടുന്നല്ലാതെ ഇത് എക്സാക്ട്ലി ഫോളോ ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല. വേറൊരാളുടെ റുട്ടീൻ കാണുമ്പോൾ അയ്യോ എൻ്റെ ലൈഫ് ഇങ്ങനെയല്ലല്ലോ എന്നോർത്ത് വിഷമിക്കാതെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിൽ നിന്ന് എന്ത് ടിപ്സ് എനിക്ക് കിട്ടുക, ഇതിലെന്ത് കാര്യം എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റുക, അതനുസരിച്ച് നമ്മുടേതായ പുതിയൊരു റുട്ടീൻ ഉണ്ടാക്കുക. ചിലവർക്ക് 5:30 എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ 7 മണിക്ക് എഴുന്നേറ്റാൽ മതിയാവും, ചിലപ്പോൾ 6 മണിക്ക് എഴുന്നേറ്റാൽ മതിയാവും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ കംഫർട്ട് എന്താണ് അതാണ് നമ്മൾ റുട്ടീൻ സെറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടത്. നമ്മുടെ വീട്ടിലുള്ളവരുടെ ഇതനുസരിച്ചിട്ട് ഇപ്പോൾ ഓരോരുത്തരുടെ ജോലിക്ക് പോകുന്ന ടൈമുകൾ, നമ്മൾ ജോലിക്ക് പോകണ്ടാവും, ഹസ്ബൻഡ് ജോലിക്ക് പോകണ്ടാവും, ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോൾ ആൾക്കാർ കുറവായിരിക്കും, ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടാവാം. അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ കണ്ടറിഞ്ഞ് വരുന്ന വെച്ചിട്ട് നോക്കിയിരിക്കരുത്. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരോട് പറയാം. നമ്മളുടെയൊക്കെ ഒരു കുഴപ്പം നമ്മൾ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. നമ്മൾ ആരോടൊന്നും പറയില്ല, നമ്മൾ തന്നെ എല്ലാം തലയിലെടുത്ത് വെക്കും. ഇനി മക്കളോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് തന്നാലോ അതിലെ കുറവുകൾ പറഞ്ഞ് നമ്മൾ അവരെ ഇതാക്കിയിട്ട് ചിലപ്പോൾ അവർ പണി ചെയ്യാൻ നമ്മുടെ കൂടെ നിൽക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ള പെർഫെക്ഷനിൽ അവരത് ചെയ്യട്ടെ. നമുക്ക് പറ്റുന്ന പണി നമ്മളും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ റുട്ടീന് നമ്മുടെ വീടിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി ഞാൻ ഇവിടെ സൈഡിൽ ഇഞ്ചി അരയ്ക്കണമെന്ന് പറഞ്ഞില്ലേ, അതിൽ ഞാൻ ഇഞ്ചി ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതിൽ ഇത്തിരി ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ താഴ്ഭാഗത്താണ് കേട്ടോ വെക്കാറ്, ഫ്രീസറിൽ വെക്കാറില്ല. നമുക്ക് എടുക്കാൻ എളുപ്പമാണ്, ഇത് പെട്ടെന്ന് കഴിയുമല്ലോ നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം സെറ്റാക്കി ഇതേ മോളുടെ ടിഫിനും കൂടി സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രാവിലത്തെ എല്ലാ പണികളും കഴിഞ്ഞു. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഞാനിനി കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചാൽ കഴുകാനുണ്ട്. പക്ഷെ അതൊന്നും ഇനി ചെയ്യാതിരിക്കുന്നില്ല. കാരണം മക്കളുടെ കൂടെ തന്നെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുള്ളതുകൊണ്ട് ആ പണി തീരണ വരെ ഞാൻ നിൽക്കാറില്ല.
അപ്പോൾ പണ്ടൊക്കെ മക്കൾ ചെറുതായിരിക്കുമ്പോൾ അവരുടെ മുടിയൊക്കെ കെട്ടി കൊടുക്കണം, യൂണിഫോം സെറ്റാക്കി അത് കൊടുക്കണം, കുളിപ്പിച്ച് കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെറുതായിരുന്നപ്പോൾ ചെയ്ത് കൊടുക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും ചെയ്യണ്ട. അങ്ങനെ പണികൾ നമ്മൾ മക്കൾ വലുതാവും തോറും ഒരുപാട് പണികൾ കുറയും. ചെയ്യേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി എക്സ്പേർട്ട് ആവും ചെയ്യും. നമ്മൾ പണിയിൽ സ്പീഡും കൂടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മക്കൾ ചെറുതാണെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. അവർ വലുതാവും തോറും നമ്മളുടെ കുറേ പണികൾ കുറയും ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഏകദേശം 8:45 നമ്മുടെ എല്ലാ കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് അടക്കം കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാനൊരു 9:30 ചിലപ്പോൾ 10 മണി വരെയൊക്കെ അവിടെ അങ്ങനെ സിറ്റ് ഔട്ടിലിരിക്കും. ചിലപ്പോൾ ഫോണൊക്കെ നോക്കി സമാധാനമായിട്ട് അവിടെ ഇരിക്കും. മക്കൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണികൾ കുറേ ഒതുങ്ങിയല്ലോ. ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി ആശ്വാസമായി. ബാക്കിയുള്ള പണികളൊക്കെ എന്ന് പറയില്ലേ, നിർബന്ധമായിട്ട് ചെയ്യേണ്ടതല്ല. ഒരു ദിവസം മിസ്സായാലും സാരമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ തുണികൾ വാഷ് ചെയ്ത് കൊണ്ടിടണം നമുക്ക്. അതോടൊപ്പം തന്നെ ഈ ക്ലീനിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് വീട് അടിച്ച് വാരിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞാൽ തുണികളും കൂടി കൊണ്ടിട്ടാലാണ് നമ്മുടെ പണി തീരുക. തുണി അവിടെ മെഷീനിൽ ഇരിക്കുകയാണ്. കിച്ചൺ മാത്രം ഞാൻ അടിച്ച് വാരി തുടച്ചിടും. ബാക്കി എല്ലാ റൂമും അടിച്ച് വാരിടൽ മാത്രമേ ചെയ്യണുള്ളൂ. കാരണം കാലത്ത് കുറേ പണി കഴിയുമ്പോൾ ചില ദിവസം എനിക്ക് നല്ല ഇഷ്ടമായിരിക്കും ക്ലീൻ ചെയ്യാൻ, ചില ദിവസം എനിക്ക് മടി തോന്നും. അപ്പോൾ അങ്ങനെ മടി തോന്നുന്ന ദിവസം ഞാൻ സ്കിപ്പ് അടിക്കൂട്ട്, അടിച്ചിടില്ല. അല്ലാത്ത ദിവസമൊക്കെ ഞാൻ വീട് അടിച്ച് വാരിയിടും. പിന്നെ അതുപോലെ തന്നെ നല്ല എനർജറ്റിക്കുള്ള ദിവസങ്ങളിൽ വീട് തുടച്ചിടും. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒന്നരാടം വെച്ച് തുടയ്ക്കുക, അങ്ങനത്തെ ഒരു റുട്ടീൻ പോലെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ നമുക്ക് ഏജ് കൂടുന്തോറും ഈ പണിയോടൊക്കെ ഒരു മടുപ്പ് ചില ദിവസങ്ങളിൽ ഇങ്ങനെ തോന്നും. അപ്പോൾ ഞാനത് സ്കിപ്പ് അടിക്കും. ആ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അപ്പോൾ ഞാൻ വിചാരിക്കുക സ്കിപ്പ് അടിക്കുന്ന ദിവസം ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകും. കാരണം എന്നും ഈ കുക്കിങ്ങും ക്ലീനിങ് ആകുമ്പോൾ നമുക്ക് ആർക്കായാലും മടുപ്പാവും. വീട്ടിൽ എന്നും ഒരുപോലെ അല്ലേ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ജോലികളാണ്. എത്ര ക്ലീൻ ചെയ്താൽ അടുത്ത ദിവസം പിന്നെയും ഇത് തന്നെ. അപ്പോൾ എനിക്കെന്താ ചില നേരത്ത് മടുപ്പ് തോന്നും കേട്ടോ. കാരണം ഞാൻ ബേസിക്കലി അങ്ങനെ ഭയങ്കര ക്ലീനിങ് ഓർഗനൈസിങ് അങ്ങനെ ഭയങ്കര റുട്ടീനുള്ള ആളല്ല. ഞാൻ എന്താ പറയുക, കുറച്ച് മടിയും മടുപ്പും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്വഭാവം മാറ്റിയെടുത്തതാണിത്. അതുകൊണ്ട് തന്നെ ചില ദിവസമൊക്കെ നമ്മൾ കുറേ ദിവസം അടുപ്പിച്ച് നല്ല കറക്റ്റായിട്ട് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 5-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും എനിക്ക് മടിയാവും. അതെന്താണെന്ന് എനിക്കറിയില്ല, അതെനിക്ക് മാറ്റിയെടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ എന്നെപ്പോലെയുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയണത് മനസ്സിലാവും. കാരണം അടുപ്പിച്ച് എനിക്കിങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. എൻ്റെ ഹസ്ബൻഡൊക്കെ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് എന്നും ഒരുപോലെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. എനിക്കിങ്ങനെ ഒരുപോലെ ആകുമ്പോൾ മടുപ്പ് വരും. പിന്നെ എനിക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ വരണം. അല്ലെങ്കിൽ ഇങ്ങനെ എന്നും റിപ്പീറ്റഡ് ആയിട്ട് ഒരുപോലെ ആകുമ്പോഴേ എനിക്ക് എന്തോ ഒരു ബോറടി ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എൻ്റെ റൂമുകൾ മേക്ക് ഓവർ ചെയ്യണതും ഓരോന്നൊക്കെ മാറ്റി മാറ്റി ചെയ്യണത്. കാരണം എനിക്കിങ്ങനെ മടുപ്പ് വരും ഒരുപോലെ എല്ലാ ദിവസവും ആകുമ്പോൾ. പക്ഷേ ചിലവർക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ, എല്ലാ ദിവസവും റിപ്പീറ്റഡ് ആയിട്ട് ഒരേ കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനായിട്ട്. പിന്നെ ചില സാഹചര്യങ്ങളാണ് നമ്മൾ അങ്ങനെ ആക്കണത്. ചിലപ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇഷ്ടമില്ലെങ്കിൽ പോലും ചില ജോലികൾ ഒക്കെ വരുമ്പോൾ നമുക്ക് നിവൃത്തിയില്ല, വെറൈറ്റി ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷായി നല്ല എനർജറ്റിക് ആയിട്ടുണ്ട്. പണികൾ കഴിഞ്ഞു. ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രീ ടൈം ആയിട്ട് ഇരിക്കാൻ കിട്ടുന്ന ടൈമാണ്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യണ കാരണം അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഡിലേ ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും പണികളൊക്കെ ആയിരിക്കും ചെയ്യുക. ചിലപ്പോൾ മടി പിടിച്ച് അവിടെ അങ്ങനെ ഇരിക്കും. എന്നാൽ എൻ്റെ പണികൾ ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ഇരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് റുട്ടീൻ വീഡിയോയിലെ ടിപ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുപോലെ ടൈമൊക്കെ മാനേജ് ചെയ്ത് നോക്കുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.